നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 21 വ്യാഴാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ നിഫ്റ്റിയും സെൻസെക്സും മിഡ് ക്യാപ്പും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം. ഇന്ന് മുതൽ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു കാര്യങ്ങളും ഈ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ട്രേഡിംഗ് ഒരു ആർട്ടാണ്. നമ്മൾ ഒരു നല്ല ട്രേഡർ എങ്ങനെ ആകണം എന്നതാണ് ഈ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഏവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിനായി ജോയിനിങ് ലിങ്ക് നമ്മൾ ഇവിടെ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മണിക്കാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. വലിയ ടെക് കമ്പനികളെല്ലാം ഇന്നലെ ഇടിഞ്ഞൊരു ദിവസമായിരുന്നു. ആമസോൺ, ആപ്പിൾ, ആൽഫബറ്റ് തുടങ്ങിയവയെല്ലാം 1% മുകളിൽ ഇടിഞ്ഞു. എൻവിഡിയ ഏകദേശം 3% ഇടിഞ്ഞത്. ഇതോടെ നാസ്ഡാക്ക് 0.67% നഷ്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും നഷ്ടത്തിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സെൻട്രൽ ബാങ്കുകളുടെ ആനുവൽ എക്കണോമിക് സിംപോസിയം ജാക്സൺ ഹോളിൽ ഇന്ന് മുതലാണ് ആരംഭിക്കുന്നത്. സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കുമോ, ഇനി വരുന്ന കാലങ്ങളിൽ എത്തരത്തിലായിരിക്കും റേറ്റ് കട്ടുകൾ വരിക എന്നുള്ള നിർണായകമായ കാര്യങ്ങളായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക. യുഎസിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 2.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 1.45% നേട്ടത്തിൽ. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.87% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.17% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി 0.35% ഇടിവും ഉണ്ടാക്കി. യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $1,14,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസുകളിൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.9% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ സ്റ്റോക്ക് ന്യൂസിലേക്കാണ്. ആദ്യം ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കമ്പനി പ്രൊമോട്ടർമാരായ അശോക് ബൂബും കൃഷ്ണ ബൂബും ബ്ലോക്ക് ഡീലുകൾ വഴി 24% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 1030 രൂപയാണ്. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യ സിമെന്റ് ആണ്. അൾട്രാടെക് സിമെന്റ് ഓഗസ്റ്റ് 21-22 തീയതികളിൽ OFS വഴി 6.49% ഓഹരികൾ അഥവാ 2.01 കോടി രൂപ ഓഹരികൾ വിൽക്കും. ഫ്ലോർ പ്രൈസ് 368 രൂപയാണ്. മറ്റൊരു കമ്പനി റെയിൽടെൽ ആണ്. 2 പുതിയ ഓർഡറുകൾ കമ്പനി നേടിയിട്ടുണ്ട്. 35 കോടി രൂപ കേരള IT മിഷനിൽ നിന്നും 15.4 കോടി രൂപ ഒഡീഷ സർക്കാരിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുമാണ് റെയിൽടെൽ നേടിയിരിക്കുന്നത്. മറ്റൊരു കമ്പനി ജൂപ്പിറ്റർ വാഗൻസ് ആണ്. വന്ദേ ഭാരതിനായി 215 കോടി രൂപയുടെ 5376 വീൽ സെറ്റുകൾ വിതരണം ചെയ്യുന്നതിന് കമ്പനിയുടെ സബ്സിഡറിക്ക് ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്ത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ്. കമ്പനിയുടെ സബ്സിഡറിയിൽ 100 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. ഇതോടെ ആകെ നിക്ഷേപം 3802 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. അടുത്തതായി ടൈറ്റൻ കമ്പനിയാണ്. PB ബാലാജി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച ഒരു വാർത്ത. ഗോദ്രേജ് സ്കൈലൈൻ ഡെവലപ്പേഴ്സിൽ 7% ഓഹരികൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് വാങ്ങിയിരിക്കുന്നു. അടുത്ത ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനി. ലക്നൌവിൽ 550 കിടക്കകളുള്ള ഒരു ആശുപത്രി നടത്തുന്നതിനായി ഏകാന ഗ്രൂപ്പുമായി ഒരു കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്തതായി ഇന്നോവ ക്യാപ്ടാബ് എന്ന കമ്പനി. അതിൻ്റെ ബ്ലോഡി പ്ലാന്റിൽ UK ഡ്രഗ് റെഗുലേറ്റർ പരിശോധന വിജയകരമായി പൂർത്തീകരിച്ചു. പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സ് പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പെട്ടെന്ന് പണമുണ്ടാക്കാൻ തക്കവണ്ണത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ട്രേഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആർട്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. നിങ്ങളെ എങ്ങനെ നല്ലൊരു ട്രേഡർ ആക്കണം എന്നതാണ് നമ്മൾ ഈ കോഴ്സിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുതലാണ് കോഴ്സ് ആരംഭിക്കുന്നത്. ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, കൂടാതെ ട്രേഡിംഗ് സൈക്കോളജി, ഓപ്ഷൻസിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1100 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെൽ ചെയ്തത്. DIS ആവട്ടെ 1806 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അങ്ങനെ ഈ ഓഗസ്റ്റ് മാസത്തിലും നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ് FIS. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ഇന്ത്യയിൽ നിന്നും HSBC കോമ്പോസിറ്റ് ഫ്ലാഷ് PMI ഡാറ്റ പുറത്തു വരാനിരിക്കുകയാണ്.
ഏതായാലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.51% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ, ഹോങ്കോങ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മ്യൂട്ടഡ് അവസ്ഥയിലാണ്. തായ്വാൻ മാർക്കറ്റ് 1.38% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.86% നേട്ടത്തിൽ, ജക്കാർത്ത കോമ്പോസിറ്റ് 1% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്, 25,081 ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 25,051 70 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ തിങ്കളാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 25,021 ഇന്നലെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഈ റെക്ടാങ്കിൾ ബോക്സിന്റെ ഹൈ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഇനി കൂടുതലാണ്. മെയ് 14 ഫോം ചെയ്തിട്ടുള്ള വലിയ ഒരു ബുൾ ക്യാൻഡലിന്റെ ഹൈ ആണ് ഇന്നലെ ഒരു റെസിസ്റ്റൻസ് ആയി മാറിയിരിക്കുന്നത്. ഇന്നലത്തെ ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ചത്തെ ലോ ലെവൽ തന്നെയാണ്. തിങ്കളാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് വാച്ച് ചെയ്യേണ്ടത്. ഏതായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കാതിരുന്ന നിഫ്റ്റിക്ക് ഇന്നലെ 25,000 മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് കാണാം. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കാം. 25,050 സ്ട്രൈക്കിൽ 425% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 106% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. 25,000 സ്ട്രൈക്കിൽ 63% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 33% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത്. 25,100 സ്ട്രൈക്കിൽ 218% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 72% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കുറച്ചുകൂടി ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,698 167 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലിന് സമാനമായ ഒരു ചെറിയ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ലോവർ ലെവലിൽ ഒരു ബൈയിങ് പ്രഷർ, ചെറിയൊരു ബൈയിങ് പ്രഷർ മാത്രമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ഡേ 50 ഡേ EMIകൾക്ക് താഴെ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇനിയിപ്പോഴുള്ള ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്സൈഡിൽ 56,120 ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ച് ഇന്നു മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇനി ഇത്തവണത്തെ ഓണം ഒന്ന് കളറാക്കുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് 55% ഡിസ്കൗണ്ട് കൂടി നൽകിയിട്ടുണ്ട്. 3 മാസത്തേക്കുള്ള കോഴ്സിൻ്റെ ഫീലാണ് ഇപ്പോൾ 55% ഡിസ്കൗണ്ട് വരുത്തി വെറും 1,299 രൂപ മാത്രമാണ് വരുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.